ഹായ്. എന്താ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. റെഡി ആയിട്ട് ഇരിക്കുകയാണ്. റെഡി ആയിട്ട് നിൽക്കണു. എന്റെ ലൈഫില് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന രണ്ടാമത്തെ നിമിഷമാണിത്. ഒന്നാമത്തെ നിമിഷം ഏതാ? അത് ബീവറേജിലെ ചേട്ടൻ മകളുടെ കല്യാണം വിളിച്ചപ്പോ പറഞ്ഞ വാചകം, എന്നും കാണുന്നവരെ വിളിക്കുന്നുള്ളൂ, തീർച്ചയായിട്ടും വരണം. ഇതാണ് രണ്ടാമത്തെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഗംഭീരായി. സലീമേട്ടാ. പ്രവീൺ എവിടെ വീട്? എവിടെ പ്രവീണിന്റെ? പാലക്കാട് ജില്ലയിലെ പുള്ളോട് എന്ന രാജ്യത്താണ് എന്റെ വീട്. ഓക്കെ, അപ്പൊ ആൾ ദി ബെസ്റ്റ് പ്രവീൺ. താങ്ക് യു. ചെറിയ ടെൻഷൻ ഉണ്ട്. രണ്ട് കാര്യത്തിലാണ് ടെൻഷൻ. ഒന്ന്, നാട്ടിലെ തന്നെ ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പണി കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേശീയ അവാർഡ് നേടിയ നടന്റെയും ദേശീയ അവാർഡ് നേടാൻ പോണ സംവിധായകന്റെയും മുമ്പിലാണ് ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നത്. രമേശ് ചേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ല, തമാശ പറഞ്ഞ് തുടങ്ങുന്നുള്ളൂ. തമാശ പറഞ്ഞല്ല, തമാശ പറഞ്ഞ് തുടങ്ങുന്നുള്ളൂ. അല്ലല്ല, ഇത് ഈ പരിപാടിയിൽ വന്നിട്ട് ഇവര് കൈയുടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആൾക്കാരെ തമാശയായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അത് ഇത്രയും നേരം ഉള്ളതിനേക്കാൾ ഈ ടീച്ചറൊക്കെ അതിനു വേണ്ടി വന്നിരിക്കുന്നത്. ടീച്ചറെ, ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ടീച്ചർ എന്തിനാ അത്ര ചിരിച്ച എന്തിനാന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത്? രണ്ട് കാര്യവും കറക്റ്റാണ്. ഒന്ന്, ടെൻഷൻ നല്ലപോലെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഈ അവാർഡിന്റെ കാര്യം, അതും കറക്റ്റ് അല്ലേ? സലീമേട്ടന് കിട്ടിയെന്നുള്ളത് കറക്റ്റ്, എനിക്ക് കിട്ടും എന്നുള്ളത് കറക്റ്റ് ആണ്. നമുക്കങ്ങനെ വെക്കാലോ. അങ്ങനെ വെറുതെ ഒരു രസത്തിന് വെക്കാന്നാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ എവിടെന്നാ വരുന്നത് ടീച്ചറെ? ഞങ്ങള് ഷൊർണൂര്. ഷൊർണൂര് ഏത്? ലൂമൻ അക്കാഡമി പറയും. ടീച്ചറെ, നാഷണൽ അവാർഡിന്റെ കാര്യം നമ്മള് പ്രാർത്ഥിക്കാം. ഓഹോ, അങ്ങനെ നമ്മള് പ്രാർത്ഥിക്കാമെന്ന്. അപ്പൊ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പുള്ളോട് എന്ന സ്ഥലത്തു നിന്നാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയിടത്തും ജോലി ചെയ്യുന്നിടത്തൊക്കെ പുള്ളോട്ടിലെ ആളുകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പൊ പുള്ളോടൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് പുള്ളോട്ടിലെ ഒരു തടിയന്റെ കഥയാണ്. 3 തടിയന്മാര് രവി എന്നുള്ള പേര് പുള്ളോട്ടിലുള്ളതുകൊണ്ട് യഥാർത്ഥ പേരായ രവി ഞാനിവിടെ പറയുന്നില്ല. അവന്റെ വിളിപ്പേരായ ലാലേട്ടൻ എന്നാണ് ഞാൻ പറയുന്നത്. അവന് അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനാണ് അവനെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഫുഡ് കൊടുത്തിട്ട് 2 ആളുടെ വണ്ണത്തിലാണ് നമ്മുടെ ലാലേട്ടൻ എപ്പോഴും ഉള്ളത്. കണക്കിൽ ഇവൻ ലോകമണ്ടനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇവനേക്കാൾ വലിയൊരു മണ്ടൻ ഒരാളേ ഉള്ളൂ, അതവൻ്റെ അച്ഛനാണ്. ഇവൻ 100 രൂപ കൊടുത്തിട്ട് 100 രൂപ അച്ഛൻ കൊടുത്തിട്ട് പലചരക്ക് മേടിക്കാനും 100 രൂപ കൊടുത്തിട്ട് പച്ചക്കറി മേടിക്കാനും വിട്ടു കഴിഞ്ഞാൽ ഇവൻ കടയിലെത്തിയ വിളിച്ചു ചോദിക്കും, അച്ഛാ ഞാനിവിടെ എത്തിന്ന്, അത് നിങ്ങൾ തന്നില്ലേന്ന് 100 റുപ്യ, അത് ഏത് 100 റുപ്യക്കാണെന്ന് പച്ചക്കറി, ഏത് 100 റുപ്യക്കാണ് പലചരക്ക് മേടിക്കേണ്ടത് ചോദിക്കും. ഉടനെ അവൻ്റെ അച്ഛൻ പറയും, എടാ മകനെ, 1000 മാറി പറഞ്ഞു വിട്ടല്ലടാ നിന്റെ അടുത്ത് ഏത് 100 റുപ്യക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത്. നീ ഇപ്പൊ ഫോണിൽ കൂടെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ്ടാ പറയാ, നീ അതും കൂടെ തിരിച്ചു വാ, എന്നിട്ട് ഞാൻ നിന്റെ ഓരോ കീസിൽ ഇട്ട് തരാം. അപ്പൊ നിനക്ക് അറിയാൻ പറ്റും ഏത് 100 റുപ്യക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവന് 5ാം ക്ലാസ് എത്തിയപ്പോൾ ഇവൻ കണക്കിൽ മണ്ടനായതുകൊണ്ട് ഇവനെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി സർല ടീച്ചറെ പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം സർല ടീച്ചർ ഒരു കണക്ക് ചോദിച്ചു, 12 ആപ്പിള് 5 പേർക്ക് 2 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും ചോദിച്ചു. ഇവൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ നാളെ പറഞ്ഞാൽ പോരെ എന്ന്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവൻ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാലും മണ്ടത്തര ഉത്തരേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ടീച്ചർക്കും അത് അറിയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരി നീ നാളെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നാളെ വന്നിട്ട് അവൻ പറഞ്ഞു, 12 ആപ്പിള് 5 പേർക്ക് 2 എണ്ണം വെച്ച് കൊടുത്താൽ ബാക്കി 2 ആപ്പിൾ ഉണ്ടാവും ടീച്ചറായിരുന്നു. ഉത്തരം കറക്റ്റ് ആയതുകൊണ്ട് ടീച്ചർ ഒന്ന് ഞെട്ടി. ടീച്ചർ അടുത്ത കണക്ക് പറഞ്ഞു, 30 മുട്ട 9 പേർക്ക് 3 എണ്ണം വെച്ച് കൊടുത്താൽ ബാക്കി എത്ര മുട്ടയുണ്ടാവും ചോദിച്ചു. അപ്പം അതുപോലെ തന്നെ ഇവൻ പറഞ്ഞു, നാളെ വന്നിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. നാളെ വന്നിട്ട് ഇവൻ പറഞ്ഞു, 30 മുട്ട 3 എണ്ണം വെച്ച് 9 പേർക്ക് കൊടുത്താൽ ബാക്കി 2 മുട്ടയുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഉത്തരം തെറ്റാണെന്നും പറഞ്ഞു, 2 അടിയും കൊടുത്തു. അപ്പോൾ ഇവൻ അച്ഛനോട് നാളെ അച്ഛനോട് വരാനും പറഞ്ഞു. പിറ്റേന്ന് അച്ഛൻ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ കയറി. അച്ഛൻ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറയുന്നു, സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ ദിവസവും 5-6 കിലോമീറ്റർ സൈക്കിളും ചവിട്ടിയിട്ടേ ഈ തടീനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ലാട്ടോളി. നിങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും വരാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്ന് ഒരു ദിവസം സ്കൂളിലേക്ക് വരാനല്ലേ പറഞ്ഞത്, അത് നിങ്ങളുടെ വീട് 150 മീറ്റർ അപ്പുറത്തല്ലേ ഉള്ളൂ. എല്ലാ സാറേ നിങ്ങൾ ഈ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുകയും, ടീച്ചർ 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞു വിട്ടറിയോ, 12 ആപ്പിള് 5 ആൾക്ക് 2 എണ്ണം വെച്ച് കൊടുത്താൽ 10 എണ്ണം ബാക്കി ഉണ്ടാവുന്നു. ഞാൻ ഇവനെയും കൊണ്ട് സായുവിൻ്റെ കടയിൽ പോയിട്ട് 12 ആപ്പിളും മേടിച്ചിട്ട് ഇവൻ്റെ 5 കൂട്ടുകാരന്മാരുടെ വീട്ടിൽ ഈ 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് വന്നു. ടീച്ചർ ഉത്തരം കറക്റ്റാണ് പറഞ്ഞു. ടീച്ചർ പിന്നെ 30 മുട്ടേൻ്റെ കണക്ക് പറഞ്ഞു. 9 ആളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരുത്തിൻ്റെ വീട് കുന്നിൻ്റെ മുകളിലായിരുന്നു. കുന്നിറങ്ങണ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട പൊട്ടി. നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു, ബാക്കി ഉണ്ടായിരുന്ന മുട്ട 2 എണ്ണമാണെന്ന്. അതിനാണ് സാറേ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്.
അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛനൊന്ന് തൊഴുതിട്ട് ടീച്ചറുടെ അടുത്ത് പറയാണ്, ടീച്ചറെ ഇനി മേലെ അങ്ങനത്തെ കണക്ക് കേൾക്കുകയാണെങ്കിലേ നിങ്ങൾ അവരുടെ വീട്ടിൽ ബൈക്ക് ഉണ്ടോ കാറുണ്ടോ എന്നൊക്കെ കേട്ടിട്ട് ചോദിക്കണിട്ടോളി. സൈക്കിളുള്ളവന്മാരുടെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്നു. 8ാം ക്ലാസ് എത്തിയപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവൻ റിലീസ് പടങ്ങൾ കാണും. റിലീസ് പടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛൻ്റെ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് ഇവൻ റിലീസ് പടങ്ങൾ കാണും. അത് മാത്രമല്ല ഇവൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കഥയും പറയും. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ചോദിച്ചു, എടാ നീ എങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും റിലീസ് പടങ്ങൾ കാണുന്നു? അപ്പം അവൻ പറയും, അച്ഛാ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ എല്ലാ ദിവസവും പോയി കാണുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? രാവിലെ ഞാൻ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് നടന്നാണ് പോവുക. ഇവിടുന്ന് ആലത്തൂർ എത്തുന്ന വരെ 10-35 പോസ്റ്റർ ഒട്ടിയിട്ടുണ്ടാവും. ഇവർ ഓരോ സീനിൻ്റെയും പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഒട്ടിയിട്ടുണ്ടാവുക. ക്ലൈമാക്സിൻ്റെ പടം ആലത്തൂർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സീനൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ് നോക്കി നിന്നാൽ നമുക്ക് പിന്നെ സിനിമയെ കാണണ്ടെന്ന് വെച്ചാൽ. ഇവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എങ്ങനെയോ ഷാജി കൈലാസിൻ്റെ നമ്പറൊക്കെ തേടി പിടിച്ച് ഇവൻ വിളിച്ച് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പോയപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞു, നവംബറിൽ നമ്മളുടെ നരസിംഹം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്, ഒറ്റപ്പാലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റപ്പാലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഡിസംബർ 12-ാം തീയതിയാണ് ഷൂട്ടിംഗ്, നീ വന്നോന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഫണ്ട്സ് അപ്പോൺ ടൈമിന് വരുമ്പോൾ എനിക്ക് നാട്ടിൽ നല്ല സ്വീകരണം കിട്ടിയതുപോലെ ഇവൻ അന്ന് ഒരു സ്വീകരണമൊക്കെ ആയിട്ട് ഡിസംബർ 12-ാം തീയതി നരസിംഹം സിനിമയിൽ അഭിനയിക്കാൻ പോയി. നരസിംഹം സിനിമയിൽ അവൻ അഭിനയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കാണാനും പറ്റും. നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല, ഇതാ കാണ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലെ കൈ പൊക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ടല്ലോ, അതാണ് ഇവൻ അഭിനയിച്ച സീന്. ഇവൻ അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാനൊക്കെ ഒരു തീരുമാനമായി. മാട്രിമോണിയിൽ ഫോട്ടോ ഇടാൻ നോക്കുമ്പോൾ 2 ഫോട്ടോ മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചത് ഇവൻ സൈസ് ഉള്ളതുകൊണ്ട് 2ആയി മുറിച്ചിട്ട് 2 ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെയാണ് മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണോ ഇവനെക്കുറിച്ച് നാട്ടിൽ അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മാട്രിമോണിയിൽ ഒരൊറ്റ എൻക്വയറി ഇവന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ്റെ തടി കുറച്ച് കഴിഞ്ഞാൽ ഇവന് പെണ്ണ് കിട്ടുന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇവന് വ്യായാമം ചെയ്യാനും ഇഷ്ടമല്ല. അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, എടാ എൻ്റെ ഭാര്യയ്ക്ക് 90 കിലോ തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ സദാശിവൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് കൊടുത്തപ്പോൾ ഭാര്യയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ 50 കിലോ ആയി കുറഞ്ഞു വെറും 2 മാസം കൊണ്ട്. നീ അതുകൊണ്ട് വ്യായാമം ചെയ്യുമെന്നും വേണ്ട, ആ ഗുളികയുടെ കുറിപ്പടി ഞാൻ കൊണ്ടുതരാം, നീ അത് മേടിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗുളികയുടെ കുറിപ്പടി മേടിച്ചു കൊണ്ടുവന്ന് ഗുളിക മേടിച്ച് അവൻ കഴിച്ച ആദ്യത്തെ ദിവസം കഴിച്ചപ്പോൾ വയറിലെന്തോ ഒരു വൈഷമ്യം അവന് തോന്നി. അവൻ കാര്യമാക്കിയില്ല. പിറ്റേന്ന് അവൻ്റെ വയറിനകത്ത് എന്തോ ഓടി നടക്കുന്ന പോലെ, ഇത് ഏതാണ്ട് മുതുകത്തെത്തുന്ന പോലെയും പുറത്ത് കൂടെ പോണ പോലെയൊക്കെ തോന്നിയപ്പോൾ അവൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇതൊന്നും പേടിക്കാനില്ല, യൂട്രസിലെ കൊഴുപ്പ് ഒഴുകിപ്പോണതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ഗുളിക, പെൺകുട്ടികൾ കഴിക്കുന്ന ഗുളിക ഇവൻ കഴിച്ചപ്പോൾ ഇവൻ്റെ ഗുളിക യൂട്രസ് തേടി നടന്നതാണ് 2 ദിവസം ഇവൻ്റെ പുറത്തും അവിടെയൊക്കെ. ഇവൻ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഇവനോട് ഒന്ന് തൂങ്ങി ചത്തൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, പരംവീർ ചക്ര കഴിയട്ടെ അല്ലെങ്കിൽ ജയ് ഹനുമാൻ കഴിയട്ടെ എന്ന് പറയും. ഇപ്പോഴും നാട്ടിലും വീട്ടിലും ഒരു പ്രയോജനം ഇല്ലാണ്ട് അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഒന്ന് ചത്തൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, മൗനരാഗം കഴിയട്ടെ, ചന്ദനമന കഴിയട്ടെ എന്ന് പറയും. ആ ഡയലോഗിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ഇതാണ് ഓൾ മൈ സെറ്റ്. ചേട്ടാ നന്നായിട്ടുണ്ട്, അടിപൊളി. പക്ഷെ എനിക്ക് ചേട്ടനോട് ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ. എന്തെന്നറിയാമോ, നമ്മളിപ്പം സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്നവർ, ഇവിടെ കൊമേഡിയൻസ് എല്ലാവരും വരും, ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പം നമ്മൾ അങ്ങനെയാണല്ലോ നോക്കുന്നത്. അപ്പം ചേട്ടൻ ഒരേ ഭാവത്തിൽ നിന്ന് നമ്മൾ ചിരിപ്പിക്കുകയാണ്. ഒരു ഫേസ് എക്സ്പ്രഷൻസ് ഒന്നും വന്നില്ല, പക്ഷെ നമ്മൾ ചിരിക്കുന്നുണ്ട് ഒരേ ഇതിൽ കറക്റ്റായിട്ട്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ നമ്മുടെ ലോക്ക്ഡൌൺ കാലം മുതൽ ക്ലബ് ഹൗസിലാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10-50 എപ്പിസോഡിൽ ഞാൻ ഈ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പുള്ളോട് കഥകൾ. അപ്പൊ അവിടെ നമ്മുടെ ഫേസ് ആരും കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ എക്സ്പ്രഷൻ ഇട്ട് സമയം കളയണ്ടല്ലോ. അത് ഇടുന്ന എക്സ്പ്രഷൻ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് അവിടെ വെറുതെ എക്സ്പ്രഷൻ ഇട്ടില്ല. പണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു, ലോഡ് ഷെഡിങ്ങിന്റെ സമയത്ത് ഷർട്ട് ഊരിയിട്ടിരിക്കും. എന്തിനാന്ന് വെച്ചാൽ പറയൂ, ആര് കാണാനാ, ഒരാവശ്യമില്ല. അതുപോലത്തെ ഒരു പരിപാടി. മാത്രമല്ല പുള്ളിയുടെ ടെമ്പോ എന്ന് പറയുന്നത് വേറെ ടെമ്പോയിൽ ഇങ്ങനെ പോവാ. നമ്മൾ കണ്ണടച്ച് പറയുന്ന പോലെ, നിങ്ങൾ വേണേ കണ്ടോ വേണേ ചിരിച്ചോ, ഇത് നിർത്തില്ല. ചില റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ സ്റ്റേഷൻ സ്റ്റോപ്പില്ലാത്ത ചില ട്രെയിൻ പോകുമല്ലോ, നമ്മളെ മൈൻഡ് ചെയ്തില്ലേ ട്രെയിൻ എന്ന് പറഞ്ഞ പോലെ. അവിടെ രവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പൊ ആ രവി അയാളോട് പറഞ്ഞു, നീ വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോ അയനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോവാ, ഒരു വിഷയമല്ല. അപ്പൊ കൊണ്ടുവരിക ഗംഭീര പ്രകടനം കേട്ടോ. സലീമേട്ടാ, പ്രവീണെ, ലാൽ എന്ന് പറഞ്ഞ ആള്
ഒരു സാങ്കല്പിക കഥാപാത്രമാണോ? അല്ല, നാട്ടിൽ ശരിക്കും ഉള്ളതാണ്. ഇനി തിരിച്ചു പോയാലേ അതിന്റെ വിവരം എനിക്ക് അറിയുള്ളൂ. അതല്ലേ, ഏതായാലും വെരി ഗുഡ്, വളരെ നന്നായിരുന്നു. സൂപ്പർ. താങ്ക് യു. നല്ലൊരു ഫ്യൂച്ചർ, അതെ അതെ, നല്ലൊരു ഫ്യൂച്ചർ നേരുന്നു. ഞാൻ നേരുന്നു. താങ്ക് യു സർ.